ചേട്ടാ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾ സമാനതകളില്ലാത്തതാണ്. അതിൽ ഭാരതത്തിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും അതൊരു മറയാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമ സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ശക്തി ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായൊരു മേഖല പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറ്റം നടത്തുന്നു. അരക്കൻ ആർമി എന്നാണ് അവരുടെ പേര്. മ്യാൻമറിൽ നിന്നുള്ള ഒരു സായുധ സംഘമാണ്. ഏകദേശം 60,000-ഓളം സായുധ സേനാനികൾ ഉണ്ടെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൻ്റെ ഒരു തെക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്ന അരക്കൻ ആർമി എന്തൊക്കെ വെല്ലുവിളികളാകും ബംഗ്ലാദേശിന് സൃഷ്ടിക്കാൻ പോവുക? ഇത് യുണൈറ്റഡ് ലാഗ് ഓഫ് അരാക്കൻ അവരുടെ സായുധ സംഘമാണ് ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത്. റാഖൈൻ മേഖല, അതായത് റാഖൈൻ സ്റ്റേറ്റ്, അവിടുത്തെ ആ ഒരു മേഖലയെ പൂർണ്ണമായും അവർക്ക് അധികാരം വേണം, അവർക്കത് സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായി ഇറങ്ങിയിരിക്കുന്ന ബുദ്ധിസ്റ്റുകളുടെ സംഘമാണ്, സായുധ ബുദ്ധിസ്റ്റുകളുടെ സംഘമാണ് ഈ അരാക്കൻ ആർമി. അവർക്ക് ഇപ്പോൾ ഈ മ്യാൻമാറിൻ്റെ പട്ടാളത്തെ ഏകദേശമൊക്കെ അവർക്ക് പൂർണ്ണമായും ഏകദേശം ഏതാണ്ട് 80% അവർക്ക് മ്യാൻമാറിൻ്റെ പട്ടാളത്തെ വീഴ്ത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ മ്യാൻമാറിൻ്റെ പട്ടാളത്തിൽ തന്നെ ഈ അരാക്കൻ ആർമിക്കാർ, അരാക്കൻ വിഭാഗത്തിൽ, അതായത് റാഖൈൻ മേഖലയിലുള്ള ആളുകൾ ഈ മ്യാൻമാറിൻ്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ കൂറ് പിൻവലിച്ചു. അവർക്ക് ഈ പറയുന്ന മ്യാൻമാറിൻ്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന അരാക്കൻ വിഭാഗക്കാരിൽ, അതായത് റാഖൈൻ മേഖലയിൽ നിന്നുള്ളവർ വളരെ ബുദ്ധിമാന്മാരാണ്. അവർക്കവിടെ ഫ്ലൈറ്റ്, യുദ്ധവിമാനം പറപ്പിക്കാൻ നന്നായി അറിയാവുന്നവരാണ്, ജെറ്റ് വിമാനം പറപ്പിക്കാൻ നന്നായി അറിയാവുന്ന ആളുകളാണ്, വൈദഗ്ധ്യം നേടിയവരാണ് ഈ റാഖൈൻ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അവിടെ നിന്നുള്ള സൈനികർ. അപ്പോൾ ഈ റാഖൈൻ എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമാണ്. ഇത് ബംഗ്ലാദേശിനോട് അതിർത്തിയിൽ കിടക്കുകയാണ് ഈ റാഖൈൻ. ഈ റാഖൈൻ മേഖലയിൽ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കൊണ്ടുവന്ന് ബംഗ്ലാദേശിൻ്റെ ധാക്കയിൽ നിന്ന് ധാക്കയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുകയും റാഖൈൻ മേഖലയിൽ നിന്നുള്ള ആളുകളെ റോഹിംഗ്യകൾ കൊലപ്പെടുത്തുകയും റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഈ റാഖൈൻ മേഖലയിലെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിരം പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു മേഖല പൂർണ്ണമായും സ്വതന്ത്രമാക്കി എടുക്കാനും, ഒപ്പം 2021 അവിടെ ഒരു സായുധ വിപ്ലവം സൈന്യം നടത്തിയത്. പിന്നെ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ സൈന്യം അധികാരം പിടിച്ചെടുത്തത്. 2021 പിടിച്ചെടുത്തത്. 2021 പിടിച്ചെടുത്ത ശേഷം ഇങ്ങോട്ട് ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ. അതുവരെ ഏകദേശം 7,000-ഓളം, 2009 അരാക്കൻ ആർമി രൂപീകരിക്കപ്പെടുന്നത്. അതുവരെയും 7,000 പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് 50,000-ന് മുകളിൽ അംഗസംഖ്യയുണ്ട്, സായുധ അംഗസംഖ്യയുണ്ട്. ഗറില്ല യുദ്ധമുറ നന്നായി പ്രയോഗിക്കാൻ അറിയാവുന്നവരാണ്, ഗറില്ല യുദ്ധമുറ നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവരുമാണ്. അതുകൊണ്ടാണ് അവർ ഈ സൈന്യത്തെ, അതായത് മ്യാൻമാറിൻ്റെ സൈന്യത്തെ സർവ്വസന്നാഹവുമായി നടക്കുന്ന ടാങ്കുകളിൽ കറങ്ങി നടക്കുന്ന മ്യാൻമാറിൻ്റെ സൈന്യത്തെ അവർക്ക് അടിമുടി വീഴ്ത്താൻ സാധിച്ചു. അവർക്ക് സൈന്യത്തിൻ്റെ ആസ്ഥാനം തകർക്കാൻ സാധിച്ചു. സൈന്യത്തിൻ്റെ ആസ്ഥാനം അവർ പിടിച്ചെടുത്തു. അങ്ങനെ ഒരു ഏതാണ്ട് 40,000, 50,000 വരുന്ന 50,000-ലധികം വരുന്ന അരാക്കൻ ആർമിക്ക് അവർക്ക് ഇവിടെ നിന്ന്, അതായത് അവരുടെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല. ഇവിടെ മ്യാൻമാറിൻ്റെ സൈനിക ആസ്ഥാനത്തിലേക്ക് നീങ്ങണമെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ അവരുടെ സൈന്യത്തെ അവർ പിൻവലിക്കണം. അതുപോലും ഇല്ലാതെ അപ്പോൾ അവിടെ അതിർത്തിയിൽ അവരുടെ ഏരിയ അവർ സുരക്ഷിതമാക്കിക്കൊണ്ടാണ് ഇപ്പുറത്ത് ഈ മ്യാൻമാറിൻ്റെ പട്ടാള ആസ്ഥാനം, ആർമിയുടെ കേന്ദ്രം പിടിച്ചെടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ 50,000 പേരിൽ എത്ര പേർ പോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. ആ ബാക്കിയുള്ളവർ, ഇവിടെ കാവൽ നിൽക്കുന്നവരുടെ ബാക്കിയുള്ളവർ പോയിട്ടാണ് മ്യാൻമാറിൻ്റെ പട്ടാളത്തെ വീഴ്ത്തിയത്. അതിനാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധിമാന്മാരാണ്, ഗറില്ല യുദ്ധമുറ നന്നായി അറിയാവുന്നവരാണ്. കാടുകളിലും കുന്നുകളിലും മലഞ്ചെരിവുകളിലും ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാൻ അവർക്ക് നന്നായി അറിയാം. അവർക്ക് സായുധമായി ഏറ്റുമുട്ടുവാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് മ്യാൻമാർ ആർമി ഉപയോഗിക്കുന്നതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് അവരെ ഇന്ത്യയുടെ മുകളിൽ ഈ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഇടപെടാൻ
പരിമിതികളുണ്ട്. ഇന്ത്യക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്ന് നമ്മൾ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞതുമാണ്. അപ്പോൾ ഇത്തരമൊരു ഇന്ത്യക്ക് ഭീഷണിയല്ലാത്ത ഒരു സായുധ സേന ബംഗ്ലാദേശിൽ അതേസമയം ഹിന്ദുക്കളും ബുദ്ധമതക്കാരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അവിടേക്ക് ഒരു സായുധ ശക്തി ഇന്ത്യക്ക് ഭീഷണി ഇല്ലാതെ വരുമ്പോൾ ഇന്ത്യ തീർച്ചയായും അവരെ സഹായിച്ചു, സൈനികമായി സഹായിച്ചു എന്നൊക്കെ പ്രചാരണമുണ്ടാകും. ഇന്ത്യ സൈനികമായി സഹായിക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇന്ത്യക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല. അതേസമയം അവർക്ക് രഹസ്യവിവരം നൽകുന്നതും, അതായത് മ്യാൻമാർ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം നമ്മളവർക്ക് രഹസ്യമായി വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു, നമ്മളവർക്ക് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അവർക്ക് നമ്മൾ നൽകുന്നു, അവർക്ക് പണം നൽകുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ എത്തിച്ചു നൽകുന്നു. ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇന്ത്യയുടെ റോയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മ്യാൻമാറിൻ്റെ ഇപ്പോഴത്തെ സൈന്യം അവർ ആരോപിക്കുന്നത്. അതാണ് ഇന്ത്യ മ്യാൻമാറിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ സൈന്യത്തിൻ്റെ ആരോപണം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഹായിച്ചാലും ഇല്ലെങ്കിലും ഈ അരാക്കൻ ആർമിക്ക് ബംഗ്ലാദേശിനോട് കുടിപ്പകയുണ്ട്, ഭയങ്കരമായിട്ടുള്ള പകയാണ്. കാരണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടുള്ളവരും കൂടെ ചേർന്ന് ആണ് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അവരതിനോട് തിരിച്ചടിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഈ ഒരു സംവിധാനത്തെ വീഴ്ത്താൻ സാധിക്കുമെങ്കിൽ അവർ സ്ഥിരമായി പറയുന്ന വാക്കുകളാണ് ബംഗ്ലാദേശിൽ ധാക്ക ഹിന്ദുക്കളെയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം മ്യാൻമാർ പിടിക്കുകയാണ്. അവർ ആദ്യം യുദ്ധം ചെയ്യാൻ ആരംഭിച്ചത് മ്യാൻമാർ പട്ടാളത്തോട് അവർ ആദ്യം യുദ്ധം ചെയ്യാൻ തുടങ്ങി വെച്ചത് റാഖൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ സ്വതന്ത്രമാക്കാനും സ്വതന്ത്ര രാജ്യമാക്കാനും ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാനുള്ള ഒരു ഏരിയ ആക്കി അത് മാറ്റാൻ വേണ്ടിയാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഇവരിപ്പോൾ എൻ്റെയർ മ്യാൻമാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ്. എൻ്റെയർ മ്യാൻമാർ അവർ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന എല്ലാ കാലത്തും അവിടുത്തെ വിമത വിഭാഗത്തെ വളർത്തിയെടുക്കാനും ചൈനയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താനും ചൈന ശ്രമിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് ഒരു കാരണവശാലും സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരു സംഘമാണ് ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത്. അവർ ഏകദേശമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അത് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സായുധ സംഘമാണ്. അല്ലാതെ ഒരു അരാക്കൻ ആർമിക്ക് ചൈന എന്തായാലും സഹായിക്കില്ല, ബംഗ്ലാദേശ് സഹായിക്കില്ല, പാകിസ്ഥാൻ ഇപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാനും സഹായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കും സഹായിക്കാൻ പറ്റില്ല. ഇവരാരും സഹായിക്കില്ല. പിന്നെ ആരാണ് ഇവരെ സഹായിക്കുന്നത്? ഈ ബംഗ്ലാദേശിൻ്റെ 3 ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവരാണ്, മ്യാൻമാറാണ്. ഇവരുടെ അതിർത്തി കിടക്കുന്ന റാഖൈൻ മേഖല എന്ന് പറയുന്ന അരാക്കനാണ്. വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ മൗണ്ടോ ഇപ്പോൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. അരാക്കൻ ആർമി മൗണ്ടോ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മേഖലകൾ കൂടി പിടിച്ചെടുത്ത് ഇവർ മ്യാൻമാർ പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് അവിടെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ സ്വാധീനം, ചൈനയ്ക്ക് മേലൊരു ആധിപത്യം സ്ഥാപിക്കാമെന്ന് കൂടി ഇന്ത്യക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇന്ത്യക്ക് ഈ ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യക്ക് 3 അതിർത്തിയും 3 മേഖല ഞാൻ പറഞ്ഞല്ലോ, 3 മേഖലയിൽ നിൽക്കുന്ന ഇന്ത്യയാണ്. 3 ഏരിയ നിൽക്കുന്ന ഇന്ത്യയുടെ 3 ഏരിയ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ 3 ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം, പിന്നെ 271 കിലോമീറ്റർ അത് അരാക്കൻ്റെ മേഖലയാണ്. 271 കിലോമീറ്റർ വരുന്ന ബംഗ്ലാദേശിൻ്റെ മ്യാൻമാർ അതിർത്തി എന്ന് പറയുന്നത് അരാക്കൻ്റെ കയ്യിലാണിപ്പോൾ, അവരുടെ ഏരിയ ആണത്. അവരാണ് ഇനി ആ ഏരിയ ഭരിക്കാൻ പോകുന്നത്. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് ബംഗ്ലാദേശിനെ പ്രഷർ ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപരമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയെ കൊണ്ട് അത് സാധിക്കും. പക്ഷേ അത് നയതന്ത്ര തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ വളഞ്ഞിട്ട് പിടിക്കാൻ ഇന്ത്യയെ കൊണ്ട് പറ്റും. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ നേരിട്ട് അതിർത്തി കടന്ന് അവരെ അങ്ങോട്ട് കയറി അടിക്കുകയല്ലാതെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവരെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അവരെ വളഞ്ഞിട്ട് പിടിക്കാൻ ഇന്ത്യയെ കൊണ്ട് പറ്റും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഓപ്ഷനാണ് ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇന്ത്യ കൊടുക്കേണ്ട കാര്യമില്ല. ഗറില്ല യുദ്ധമുറയിൽ ഏറ്റവും വിദഗ്ധരാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ വലിയ ആൾനാശമൊന്നുമില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനെ വിട്ടുകെട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ ഒരു വാദം വെച്ച് കഴിഞ്ഞു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാറുണ്ട് കുറ്റവാളികളെ കൈമാറാൻ. 2013 വന്ന കരാറാണെന്നാണ് എൻ്റെ ഓർമ്മ. 2013 ആ കരാർ വരുന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്ത് ആവശ്യപ്പെട്ടാൽ നൽകേണ്ടതില്ലെന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2016 ഇത് അമെൻഡ് ചെയ്തു. ഈ കരാർ അമെൻഡ് ചെയ്തു. കരാർ അമെൻഡ് ചെയ്തപ്പോൾ നമ്മൾ കരാറിനെ
പിന്നെ തെളിവുകളുടെ ആവശ്യം വേണമെന്നുണ്ടായിരുന്നു നേരത്തെ. അത് തെളിവുകൾ വേണ്ടാന്നായി. അതിനുശേഷം ഒട്ടനവധി കുറ്റവാളികളെ ബംഗ്ലാദേശ് നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ആരാ കൈമാറിയത്? ഷെയ്ഖ് ഹസീനയാണ് കൈമാറിയത്. ഷെയ്ഖ് ഹസീന അവിടെ, അതായത് ഇന്ത്യയിൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്ന പിന്നെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ എല്ലാം പിടിച്ച് അവരുടെ ജയിലിൽ പിടിച്ചിടുന്നവരെ എല്ലാം ഇന്ത്യ ആവശ്യപ്പെടുന്ന, ഇന്ത്യ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് എല്ലാത്തിനെയും ഷെയ്ഖ് ഹസീന നമുക്ക് തന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന ചെയ്തു വെച്ച അതേ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ തന്നെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് കാലം ഇവിടെ ഷെയ്ഖ് ഹസീനയെ അങ്ങനെ നമുക്ക് നിർത്താൻ സാധിക്കില്ല. കാരണം അത് നയതന്ത്ര തലത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും, അതായത് പ്രത്യാഘാതം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമുക്ക് ഉടനടി ഒരു നടപടി ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പം സാധാരണ ഈ പറയുന്ന സ്ഥാനഭ്രഷ്ടരാക്കുന്ന എല്ലാ ഭരണാധികാരികളെയും കൊണ്ടുപോകുന്നത് ലണ്ടനാണ്, UK യിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. UK നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും UK യും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് UK എന്തായാലും ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഈ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ലണ്ടനിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. രാഷ്ട്രീയ അഭയം കൊടുക്കാൻ തൽക്കാലം ബ്രിട്ടൻ നിവർത്തിയല്ല, ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് നിലവിൽ പറ്റില്ല. നിലവിൽ സാഹചര്യം വെച്ച് ബ്രിട്ടനിലെ രാഷ്ട്രീയം ഇപ്പോഴത്തെ അധികാര കേന്ദ്രങ്ങൾ വെച്ച് അത് സാധിക്കില്ല, അവർ അത് ചെയ്യില്ല. ഇന്ത്യയായിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല അവരുടെ ഇപ്പം. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഷെയ്ഖ് ഹസീനയെ അവിടേക്ക് അയക്കാനും നടക്കില്ല. അപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്തരം സായുധ സംഘങ്ങളെ പവർഫുള്ളാക്കുക, പിന്നെ ബംഗ്ലാദേശിനെ മറ്റൊരു തരത്തിൽ പ്രഷർ ചെയ്യുക. അതായത് ഇനിയിപ്പോൾ ബംഗ്ലാദേശ് ഒരു കോർട്ട് ഓർഡർ മതി അവർക്ക്. ഏതെങ്കിലും ഒരു കോർട്ട് ഓർഡർ, പ്രൊഡക്ഷൻ വാറണ്ട് അവിടെ പുറപ്പെടുവിച്ചാൽ മതി ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി. ഇന്ത്യക്ക് അവരെ വിട്ടുകൊടുക്കേണ്ടി വരും. ഇന്ത്യക്ക് അവർ വിട്ടുകൊടുത്താൽ അവരെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ഇന്ത്യക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന ഇന്ത്യ വളർത്തിയ നേതാവാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ അത്രയും നന്ദി കാണിക്കേണ്ട ഒരു സ്ത്രീയാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരെ തലയിറക്കും. അവരുടെ തൂക്കിക്കൊല്ലുകയല്ല, അവരുടെ തലയിറത്ത് കൊല്ലുക. ഏറ്റവും മൃഗീയമായ കൊലപാതകമായിരിക്കും അത് ഇന്ത്യക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാനും സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ സ്വാഭാവികമായും അരാക്കൻ ആർമിയെ പോലുള്ള ഈ സായുധ സംഘങ്ങളെ ശക്തിപ്പെടുത്തുക, ഇപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശിനെ പ്രഷർ ചെയ്യുക, അതായത് അതിർത്തിയിൽ അവരെ പൂട്ടുക, അത് വളഞ്ഞിട്ട് പിടിക്കുക. അവിടെ നിന്നും അവിടുത്തെ ആർമി ചീഫിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇനി ഷെയ്ഖ് ഹസീനയും വേണ്ടി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ സംഘങ്ങൾ ശക്തിപ്പെടും. ബംഗ്ലാദേശ് വഴി ഈ നമ്മുടെ വടക്കുകിഴക്കുള്ള സംസ്ഥാനങ്ങളിലെ തീവ്രവാദ സംഘങ്ങൾക്ക് ആയുധമെത്തും. അതല്ലെങ്കിലും കൊടുക്കും. നമ്മൾ ഈ ഷെയ്ഖ് ഹസീനയെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അമ്മമാർ ആയുധം കയറ്റിവിടും. ഷെയ്ഖ് ഹസീന ഉള്ളതുകൊണ്ടാണ് അവിടെ നമ്മുടെ ആയുധങ്ങളിൽ നമുക്കെതിരെ അടിക്കാൻ ആയുധങ്ങൾ അതുവഴി കയറി വരാതിരുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായതോടുകൂടി ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലാണ്ടായി. പക്ഷേ ഷെയ്ഖ് ഹസീനയെ നമുക്കിപ്പോൾ കൊടുക്കാനും പറ്റില്ല. അത് പിന്നെ ആഗോളതലത്തിൽ നമുക്ക് ചീത്തപ്പേരാവും. ഒരു കരാർ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് പാലിക്കുന്നല്ല ഉള്ളത്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇന്ത്യയുടെ രാജ്യാന്തര തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഈ അരാക്കൻ ആർമിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. എത്രയും വേഗം അവർക്ക് മ്യാൻമാറിൻ്റെ അധികാരം വാങ്ങിക്കൊടുക്കുക. ദെൻ സെക്കൻഡ്, ഈ റാഖൈൻ മേഖലയിൽ അവരുടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബുദ്ധിസ്റ്റുകളെ സഹായിക്കുക എന്ന രീതിയിൽ ബംഗ്ലാദേശുമായിട്ടൊരു ഫൈറ്റ്. ബംഗ്ലാദേശുമായി ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, ബംഗ്ലാദേശ് അടിമുടി തേഞ്ഞു നിൽക്കുക. ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 6 മണിക്കൂർ പോലും യുദ്ധം ചെയ്യാനുള്ള ശേഷി സൈന്യത്തിനില്ല. ബംഗ്ലാദേശ് സൈന്യത്തിനില്ല. ഈ അരാക്കൻ സൈന്യത്തിനെ അപേക്ഷിച്ച് പോലും തുലവും കുറവാണ്. കല്ലുവാരി എറിയാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആയുധങ്ങൾ പോലും ഇല്ല. 6 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ്ലി ഫയർ ചെയ്യാൻ പോലും അവരെ കൊണ്ട് നടക്കില്ല. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഫയറിങ് ഈ ബംഗ്ലാദേശിനെ കൊണ്ട് 6 മണിക്കൂറേ മാക്സിമം ഇപ്പോൾ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അല്ലേ ഇവിടുന്ന് അതിർത്തിയിൽ നിന്ന് കല്ലുവാരി എറിയേണ്ടി വരും. ആ ഒരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ സാമ്പത്തികമായും മൊത്തത്തിൽ അവർ അങ്ങേയറ്റം തകർന്നു നിൽക്കുകയാണ്. പാകിസ്ഥാനോടാണ് അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യോമയാന പാത പാകിസ്ഥാനുമായിട്ട് അവർ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നിലവിലിപ്പോൾ സഹായിക്കുകയാണെങ്കിൽ, അരാക്കൻ ആർമി കയറി അടിക്കുകയാണെങ്കിൽ, അതോടുകൂടി ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഫ്യൂസ് അവർ ഊരും. ചേട്ടാ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു പേരുണ്ട്, അജിത് ഡോവൽ. അദ്ദേഹത്തിൻ്റെ പേര് ഈ പറയപ്പെടുന്ന ഓരോ വിമതം, ഇപ്പോൾ അരക്കൻ സൈന്യത്തിൻ്റെ കടന്നുകയറ്റത്തിലായാലും ഇതിലെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു പേരാണ് അജിത് ഡോവലിൻ്റേത്. അദ്ദേഹത്തിന് ഇതിൽ ഒരു പങ്കുണ്ടാവും. ഈ അരാക്കൻ സൈന്യവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഈ അജിത് ഡോവൽ. നമ്മുടെ 2019 ഈ അരാക്കൻ സംഘം 10 പേരെ തട്ടിക്കൊണ്ടുപോയി. 10 പേരെ തട്ടിക്കൊണ്ടുപോയതിൽ 5 പേര് ഇന്ത്യക്കാരായിരുന്നു.
അഞ്ച് പേരെയും നമ്മൾ നിമിഷ നേരം കൊണ്ടാണ് അജിത് ഡോവൽ മോചിപ്പിച്ചത്. കൂടി 1.5 മണിക്കൂറും കണ്ട അവർ കൊണ്ടുപോയി ഒരു ബങ്കറിൽ ഒളിപ്പിച്ച് കളഞ്ഞു ഈ അരാക്കൻ സംഘം. മ്യാൻമാറിലുണ്ടായിരുന്ന പിന്നെ വിദേശികളായിട്ടുള്ള 10 പേരെ, അതിൽ 2 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു, 5 ഇന്ത്യക്കാരുണ്ടായിരുന്നു, 3 മറ്റ് രാജ്യക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 5 ഇന്ത്യക്കാരെ, നമ്മുടെ രാജ്യക്കാരെ നിമിഷ നേരം കൊണ്ട് അജിത് ഡോവൽ മോചിപ്പിച്ചു. സോ അജിത് ഡോവലും ഈ അരാക്കൻ സംഘവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ പഴയ ലേഖനങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പഴയ ലേഖനങ്ങളൊക്കെ ഈ വാർത്ത പറയുന്നുണ്ട്. 2019 ഈ കഥ പറയുന്നുണ്ട്. അപ്പം നിമിഷ നേരം കൊണ്ട് നമുക്ക് മോചിപ്പിക്കാൻ സാധിച്ചു. അതായത് നമുക്ക് നല്ല ബന്ധമുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗം അരാക്കൻ്റെ സൈനിക മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നുമല്ല, ഇത് ഇന്ത്യ മ്യാൻമാറിനെ കീഴ്പ്പെടുത്തി മ്യാൻമാറിലെ സൈന്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ ആരോപണം. ഏതായാലും അധിക സമയം ഇതൊന്നും നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഈ മോദിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം അധിക സമയം ഇങ്ങനെയൊന്നും ഒരു കാര്യം വെച്ചുകൊണ്ടിരിക്കത്തില്ല. അധികം നീട്ടിക്കൊണ്ട് നോക്കിക്കൊണ്ട് ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന അവിടെ ഇത്രയധികം ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്നു, ഇത്രയധികം ബുദ്ധമതക്കാരെയും സിഖ് മതക്കാരെയും ഒക്കെ കൂട്ടക്കൊല ചെയ്യുന്നു, മനുഷ്യക്കുരുതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറിലും അവിടെ മനുഷ്യക്കുരുതി നടക്കുന്നുണ്ട്. നമ്മൾ ഗുജറാത്തിൽ പോലും നിമിഷ നേരം കൊണ്ട് കാര്യങ്ങളെ സ്വസ്ഥമാക്കിയെടുത്ത വലിയൊരു കലാപത്തെ നിമിഷ നേരം കൊണ്ട് നിയന്ത്രിച്ച ഒരാൾക്ക് തൊട്ടടുത്ത് നടക്കുന്ന കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ അധികം നേരം അദ്ദേഹം ഇത് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. അതിന് അധികം വൈകാതെ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയും ബുദ്ധമത വിശ്വാസികൾക്കെതിരെയും അടക്കമുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തുടർക്കഥയാകുമ്പോൾ ബംഗ്ലാദേശിന് അപ്രതീക്ഷിതമായ ഒരു ആഘാതമാവുകയാണ് ഈ അരക്കൻ സേനയുടെ അധിനിവേശം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.